ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ കേരളത്തിലാകെ അതിൻ്റെ അലയൊള്ളികൾ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ സംഘടനയായ AMMA അഥവാ അമ്മയും കൂടി തങ്ങളുടെ നിലപാടുകൾ പറയാൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരിക്കുകയാണ്. അമ്മ അതിന് ചുമതലപ്പെടുത്തിയത് നടൻ സിദ്ദീഖിനെയാണ്. സിദ്ദീഖും അതുപോലെ തന്നെ ജോമോളും പിന്നീട് മറ്റു രണ്ടുപേരും ചേർന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ആ വാർത്താ സമ്മേളനത്തിൽ ജോമോൾ പറയുന്നത് എനിക്ക് ഇത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഇത്തരം ലൈംഗിക ഈ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് മോശമായ അനുഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല, ഞാൻ സുഖസുന്ദരമായിട്ടാണ് അഭിനയിച്ചു കൊണ്ടിരുന്നത്, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ആര് പറയുന്നതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരാളെ രംഗത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് അമ്മ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതി വരുത്താൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ബംഗാളി നടിയായ ഒരാൾ രംഗത്ത് വരികയും അവർ സംവിധായകൻ കൂടിയായ രഞ്ജിത്തിനെതിരെ എന്താണ് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നും പലേരി മാണിക്യം എന്ന ചിത്രം അഭിനയിക്കാൻ വന്നപ്പോൾ അദ്ദേഹം റൂമിലേക്ക് വിളിച്ചുവെന്നും അവിടെ വെച്ച് തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്നും ആ മോശം അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെ അതിന് ഞാൻ സഹകരിച്ചില്ല എന്നും തുടർന്ന് എനിക്ക് മലയാള സിനിമയിൽ അതുകൊണ്ട് തന്നെ അവസരം ലഭിച്ചില്ല എന്നും അന്ന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റിന്റെ പൈസ പോലും എനിക്ക് തന്നില്ല എന്നുമുള്ള രീതിയിൽ ഉള്ള ഒരു കമന്റും കൂടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമ്മ ഈ 15-അംഗ പവർ കമ്മിറ്റിയാണോ സിദ്ദീഖിനെ ഇത്തരം ഒരു വാർത്താ സമ്മേളനം നടത്താൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? കാരണം കേരളത്തിൽ ഇത്തരം ഒരു ചർച്ചയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റി രൂപാന്തരപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം ഒരു ഹേമ കമ്മിറ്റി ഉടലെടുക്കുന്നത്. അന്ന് ഇതേ അമ്മയിൽ നിന്ന് പുറത്തുപോയ സ്ത്രീകളുടെ കൂട്ടായ്മയായ നടികളുടെ കൂട്ടായ്മയായ WCC സർക്കാരിനെ കാണുകയും മുഖ്യമന്ത്രിയെ കാണുകയും സ്ത്രീകൾ സിനിമാ മേഖലയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പേരിൽ ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോൾ സർക്കാരിന് നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നു. ഹേമ കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റിയെ കൊണ്ടുവരേണ്ടി വരുന്നു. അതൊരു കമ്മീഷനല്ല, തീർച്ചയായിട്ടും കമ്മീഷന് കൂടുതൽ അധികാരങ്ങളുണ്ട്, നിയമ നടപടികൾക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട്, അത്തരം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനുള്ള അവകാശമുണ്ട്, അത്തരം പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കമ്മിറ്റി ആയിട്ടാണ് അന്നത് ഫോം ചെയ്തത്. അത്തരം ഒരു കമ്മിറ്റിക്ക് മുമ്പിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ അല്ലെങ്കിൽ പല ആളുകൾ ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച, ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച, അതിനെ അതിജീവിച്ച ചില ആളുകൾ ഇവരുടെ മുമ്പിൽ പോവുകയും തങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ കൈമാറുകയും തങ്ങളുടെ പേരുകൾ പുറത്തു വരുത്തരുതെന്നും ഇത്തരം ഒരു കാര്യത്തിൽ തങ്ങൾ നിയമ നടപടി ആവശ്യപ്പെടുന്നില്ല എന്നും ഇത്തരം ഓരോ ആവശ്യങ്ങളിലേക്ക് പോയാൽ അത് തങ്ങളുടെ തുടർന്നുള്ള അഭിനയ ജീവിതത്തെ അല്ലെങ്കിൽ തങ്ങളുടെ ജോലി എന്നുള്ളത് ഇത്തരം ഒരു മേഖലയിലാണല്ലോ, അതുകൊണ്ട് തന്നെ അത് തങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടും ഹേമ കമ്മിറ്റി എന്താക്കുകയാണ്, ആ വിവരങ്ങൾ പുറത്തു വരില്ല എന്ന് ഉറപ്പ് നൽകിയത് കൊണ്ടാണ് ഇവർ പറയാൻ തയ്യാറായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നടൻ സിദ്ദീഖ് പറയുന്നത് അമ്മയ്ക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. ഇത്രയും കാലമായിട്ടും ഈ സിനിമാ മേഖലയിൽ മോശമായ അനുഭവം ഉണ്ടായി എന്നതിന്റെ പേരിൽ ആരെങ്കിലും അടുക്കൽ നിന്ന് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ്. സത്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിദ്ദീഖ് ഇത് പറയുമ്പോൾ അമ്മയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല, അമ്മ ഇരക്കൊപ്പം നിന്നിട്ടില്ല എന്നതാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ചില അമ്മയുടെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകൾ പുറത്തു പോവുകയും WCC എന്ന പേരിൽ വനിതാ കൂട്ടായ്മ ഉണ്ടാക്കുകയും അവർ സർക്കാരിനെ സമീപിക്കുകയും അവർ ഈ അമ്മയിൽ നിന്നും രാജിവെക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അന്വേഷണ കമ്മിറ്റി ഉണ്ടാവുകയും ഇത്തരം വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു വലിയ ശക്തരായ ആളുകൾ സാമൂഹ്യ മേഖലയിലായെങ്കിലും രാഷ്ട്രീയ മേഖലയിലായെങ്കിലും അല്ലെങ്കിൽ അതിശക്തരായ സാമ്പത്തികമായ മേഖലയിലാണെങ്കിലും ഇത്തരം അതിശക്തരായ ആളുകൾ ഇരിക്കുന്നവർക്കെതിരെ പരാതിയുമായിട്ട് ഇത്തരം കേവലം ഒരു അമ്മ എന്നുള്ള സംഘടനയിലേക്ക്
അതിന് നയിക്കുന്നവർ ആയിരിക്കാം ചിലപ്പോൾ ഇതിന്റെ ഉത്തരവാദികൾ എന്നുള്ളത്. അവർക്കെതിരെ വരാൻ തയ്യാറാവുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇത് പുറത്തു വന്നതിന് ശേഷം ഇവർ പരാതി കൊടുത്ത് നടപടി ഉണ്ടായി, അന്വേഷണ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റികൾ ഇപ്പോൾ റിപ്പോർട്ട് ആ കമ്മിറ്റി അന്വേഷിച്ച കാര്യങ്ങൾ ഇന്ന് റിപ്പോർട്ടായി പുറത്തു വന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെ പല മുഖമൂടികളും അഴിഞ്ഞു വീഴാൻ തുടങ്ങി എന്നതാണ്. തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. സർക്കാർ ഏത് രീതിയിൽ നടപടിയെടുക്കുന്നു, എന്ത് നടപടിയെടുക്കുന്നു എന്നുള്ളത് എന്താണ് ഇവിടുത്തെ പൊതുസമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരിന് എളുപ്പത്തിൽ കൈയൊഴിയാൻ സാധ്യമല്ല. കഴിഞ്ഞ 4.5 വർഷമായി റിപ്പോർട്ട് പുറത്തുവിടാതെ അതിൽ അടയിരിക്കുകയായിരുന്നു എന്നാണ് ഇന്ന് ആക്ഷേപമുള്ളത്. തീർച്ചയായിട്ടും വിവരാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടൽ ഉണ്ടായപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ വമ്പൻ തിമിംഗലങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ കൈകഴുകി കളയാൻ പറ്റുന്ന ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിഷയമുള്ളത് 2 ആളുകൾ, അതായത് ആരോപണ വിധേയരായ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ വരുന്നുള്ള ചില ആളുകൾ എന്നുള്ളത്, ഒന്ന് കേരളത്തിലെ മന്ത്രിയായ ഗണേഷ് കുമാറും മറ്റൊന്ന് ഇതിന്റെ ഭാഗമായ സിനിമയുടെ ഭാഗമായിട്ട് തന്നെയുള്ള MLA കൂടിയായ മുകേഷും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ കൂടി ഭാഗമായിട്ടുള്ള ആളുകൾ കൂടി ഇതിൽ ഉണ്ട് എന്നതുകൊണ്ട് ഇത്തരം ഒരു വിഷയത്തിൽ ഏത് രീതിയിലുള്ള തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുമെന്നും തുടർ നടപടികൾ ഉണ്ടാവുമെന്ന് കേരള ജനത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ പന്തുള്ളത്. അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് ജനങ്ങൾ തീർച്ചയായും വിലയിരുത്തും, അത് നോക്കിക്കാണുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നടപടി സ്വീകരിക്കുന്നു എന്ന് കേരളത്തിലെ ഓരോ ജനങ്ങളും, പ്രത്യേകിച്ചും ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ് കേരളത്തിലെ മഹാജനങ്ങളും അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ആരാധനയോട് കൂടി കാണുന്ന ആളുകളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടോ എന്ന് ജനങ്ങൾക്ക് തീർച്ചയായും സംശയമുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ആരോപണ വിധേയരായ ആളുകൾ, സാധാരണ നിയമ നടപടികൾ, സാധാരണ ജനങ്ങൾ ഏത് രീതിയിൽ ഒരു വിഷയത്തിൽ ആരോപണ വിധേയരായാൽ നിയമ നടപടികൾ നേരിടുന്നുവോ അതേ നിയമ നടപടികൾ ഒരു കുറവുമില്ലാതെ ഒരു കുഴപ്പവുമില്ലാതെ നേരിടാൻ ഇവർ തയ്യാറാവണമെന്നാണ് ഇവിടുത്തെ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്മയുടെ മുമ്പിൽ പരാതി വന്നില്ലെങ്കിലും അല്ലെങ്കിൽ മറ്റു ഫെഡറേഷനുകൾക്ക് മുമ്പിൽ എന്തെങ്കിലും പരാതി വന്നില്ലെങ്കിലും ഇവിടുത്തെ സർക്കാരിന് മുമ്പിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിന് മുമ്പിൽ ഇത്തരം ഒരു പരാതികളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഉണ്ടായാൽ പോലും അതിൽ കൃത്യമായി നടപടി എടുക്കണമെന്നുമാണ് ഈ വിഷയത്തിൽ പൊതുജനത്തിന് പറയാനുള്ളത്. പിന്നീട് ഈ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് മുമ്പ് നടൻ തിലകൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിലകൻ അന്ന് പറഞ്ഞത് അമ്മ എന്നുള്ളത് ഒരു മാഫിയ സംഘമാണെന്നും അത് തങ്ങളുടെ ജോലി ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും തന്നോട് പകപോക്കുകയാണെന്നും എന്നാണ്. അതുപോലെ തന്നെ മാള രവീന്ദ്രൻ, അതുപോലെ പല പ്രമുഖരായ അഭിനേതാക്കൾ അമ്മയ്ക്കെതിരെ അന്ന് രംഗത്ത് വന്നിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരെ വിലക്കുക, അവരെ നിർമ്മിക്കുന്ന നിർമ്മാതാക്കളെ പിന്തിരിപ്പിക്കുക, സംവിധായകരെ പിന്തിരിപ്പിക്കുക, അവർക്ക് സിനിമകൾ ഇല്ലാതാക്കുക. എന്നിട്ട് സീരിയൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ പോലും വിലക്കുമായി വന്നു എന്നാണ് തിലകൻ അന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നാണ് അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടായതുപോലെ തന്നെ സർക്കാരിന്റെ ഒരു കമ്മിറ്റി തന്നെ ഇത്തരം ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 15-അംഗ പവർ കമ്മിറ്റി അല്ലെങ്കിൽ 15-അംഗ പവർ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നാണ് സർക്കാരിന്റെ അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ആരൊക്കെയുണ്ട്, പല പ്രമുഖരുണ്ട് എന്നാണ് വ്യക്തമാവാൻ സാധിക്കുന്നത്. പ്രമുഖരുടെ പേര് വിവരങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ആരാണ് ഈ പ്രമുഖർ, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശങ്ങളുണ്ട്. കാരണം സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ആരോപണ വിധേയരാകുമ്പോൾ അവന്റെ വീട് മുതൽ അവന് താമസിക്കുന്ന സ്ഥലം മുതൽ അവന്റെ ജോലി മുതൽ സർവ്വകാര്യങ്ങളും പൊതുജനത്തിന് മുമ്പിൽ അറിയിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ആരോപണ വിധേയരായ
സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രം എന്തിനാണ് പ്രത്യേക പ്രിവിലേജ് നൽകി അവരെ മാറ്റി നിർത്തുന്നത് ഇത്തരം ഒരു കാര്യത്തിൽ നിന്നും? തീർച്ചയായിട്ടും ഇത്തരം ആരോപണത്തിൽ പേര് വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുക തന്നെ വേണം. അവർക്കെതിരെ നടപടി ഉണ്ടാവുക തന്നെ വേണം. അതിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത്തരം ഒരു അന്വേഷണ കമ്മിറ്റിയുടെ മുഴുവൻ വിവരങ്ങളും പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക്, കാരണം കേരളത്തിലെ ജനങ്ങൾ നികുതി കൊടുത്തതിൽ നിന്നും 1.5 കോടി രൂപയോളം ചെലവഴിച്ചാണ് ഈ അന്വേഷണ കമ്മിറ്റി ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൽ വന്നിട്ടുള്ള ഓരോ വിവരങ്ങളും കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതിൽ ഇരകളുടെ പേരുകൾ പറയണമെന്ന് ഒരിക്കലും ആരും പറയുന്നുമില്ല, അത്തരമൊരു ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല. പകരം അതിൽ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ഇതിൽ വേട്ടക്കാരായ ആളുകളുടെ പേരുകൾ, അവർ എത്ര ഉന്നതയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും, അവർ സർക്കാരിന്റെ ഭാഗമായ ആളുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർ ആളുകൾ ആരാധനയോടുകൂടി കാണുന്ന ആളുകളാണെങ്കിൽ പോലും കൃത്യമായിട്ട് അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അവർക്കെതിരെയുള്ള നിയമ നടപടികൾ, സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ ഏത് രീതിയിൽ നിയമ നടപടികൾ നേരിടുന്നുവോ അത്തരം നിയമ നടപടികൾ നേരിടാൻ ഇവരെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നും കൂടിയാണ് നമുക്ക് ഈ വിഷയത്തിൽ നമ്മൾക്ക് പറയാനുള്ളത്.